ജോയിൻ ചെയ്യുള്ളായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഇത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. സാധാരണ ഉപവാസമൊക്കെ കഴിയുമ്പോൾ ഒരു ശക്തി പുതുക്കേണ്ട സമയം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന്. ബട്ട് ആളുകൾ വന്നു ചേരും. നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വീണ്ടും പുനരാരംഭിച്ച പഠനം ഗിരിപ്രഭാഷണം, യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യാവസ്ഥകൾ. അതിലെ മൂന്നാമത്തെ ഭാഗ്യാവസ്ഥയാണ് നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചത്. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അതിൻ്റെ ആരംഭമായിട്ട് പല കാര്യങ്ങൾ പറയുവാൻ, നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനെല്ലാം ഇടയായി. അതിൻ്റെ ചില എക്സാമ്പിൾസ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ എക്സാമ്പിൾസൊക്കെ നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. വിശേഷാൽ തിരഞ്ഞെടുത്ത ചില എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അബ്രഹാമിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് എത്ര വലിയ ഒരു ദൈവപുരുഷനായിരുന്നു, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനായിരുന്നു. ബട്ട് ഹൗ മീക്ക് ഹി വാസ്, അല്ലേ? അതവൻ്റെ പ്രവൃത്തികളിൽ കൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടെ, പ്രതികരണങ്ങളിൽ കൂടെ, ഇടപാടുകളിൽ കൂടെ എല്ലാം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. മോശയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഭൂതലത്തിൽ ഉള്ള എല്ലാ മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്ന മോശയെക്കുറിച്ച് നമ്മൾ പഠിപ്പാനിടയായി. ദാവീദിനെക്കുറിച്ച് പഠിച്ചു. ബാല്യം മുതൽ യോദ്ധാവായിരുന്നവനാണ്. പക്ഷേ അവനെക്കുറിച്ച് ദൈവം തന്നെ പറയുന്ന, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അവൻ്റെ ഇടപാടുകളിൽ, ദാവീദിൻ്റെ ഇടപാടുകളിൽ സൗമ്യത എങ്ങനെ വിളങ്ങുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാനിടയായി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിതിൽ ഇനിയും അതിലേക്ക് പോകുന്നില്ല. യേശു കർത്താവിൻ്റെ ജീവിതം, അവൻ്റെ ഇടപാടുകൾ, സൗമ്യതയുടെ പര്യായപദം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, ന്യായം കെട്ടാത്തവനെ പോലെ വായെ തുറക്കാതെയും ഒക്കെ ഇരുന്നെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം അറുക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലൊക്കെ യേശു നിന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുതന്നെയുമല്ല, ദൈവത്തിൻ്റെ പുത്രൻ ഗത്സമന തോട്ടത്തിൽ അവന് നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. എന്നിട്ട് അതോട് ചേർന്ന് പിന്നെയും തന്നെ സമർപ്പിക്കണം. എങ്കിലും പിതാവേ, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറ്റണമേ. സോ സബ്മിറ്റിംഗ് ഹിംസെൽഫ് ടു ദ വിൽ ഓഫ് ദ ഫാദർ, പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോസ്തലനായ പൗലൂസിൻ്റെ ഉദാഹരണമാണ്. ബിബ്ലിക്കൽ എക്സാമ്പിൾസിൽ അത് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ അതിശ്രേഷ്ഠനായ അപ്പോസ്തലൻ എന്ന് നമുക്ക് പറയാം, അല്ലേ? ആദിമ 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽപ്പെടുന്നില്ല എങ്കിലും പ്രത്യേകമായ ദർശനം നൽകി ദൈവം തിരഞ്ഞെടുത്ത അപ്പോസ്തലനായ പൗലൂസ്. ആ പൗലൂസിനെ കുറിച്ച് നമുക്കറിയാം. പൗലൂസിനെ പോലെ ഒരാൾ മുന്നോട്ട് വന്നില്ലായിരുന്നെങ്കിൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി അവൻ നിന്നില്ലായിരുന്നുവെങ്കിൽ, ഈ വചനത്തിലെ അനേക പുസ്തകങ്ങൾ, എഴുത്തുകൾ, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബിബ്ലിക്കൽ തിയോളജി, അല്ലെ, ന്യൂ ടെസ്റ്റമെൻറ്റ്, ദൈവശാസ്ത്രം ഒക്കെ ഉണ്ടാകാൻ സാധ്യമല്ലായിരുന്നു. അപ്പം ദൈവം തിരഞ്ഞെടുത്ത, അതുപോലെ ദൈവം ഉപയോഗിച്ച ഒരു വെസല, ഒരു പാത്രമാണ്, ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലൂസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായ അനേക ടീച്ചിങ്സ് ലഭിക്കുന്നത് പൗലൂസിൻ്റെ എഴുത്തുകളിൽ കൂടെയാണ്. പാസ്റ്ററൽ എപ്പിസൽസ് പൗലൂസിൽ നിന്നാണ്, പ്രിസൺ എപ്പിസൽസ് പൗലൂസിൽ നിന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിനും പ്രായോഗിക ജീവിതത്തിനും എല്ലാം വേണ്ടുന്നത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം ഈ ലേഖനങ്ങളിൽ നിന്ന്. അങ്ങനെ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലൂസ്. പക്ഷേ പൗലൂസിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്താണ് പൗലൂസ് പറയുന്നത്? അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു,
കഴിഞ്ഞ ആഴ്ചയിൽ ഹാന പ്രസംഗിച്ചപ്പം യൂത്ത് മെസ്സേജിൻ്റെ സമയത്ത് പൗലൂസിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ച് പറഞ്ഞത്, പൗലൂസ് തന്നെ പറയുക, ഐ എം ലീസ്റ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അല്ലേ? അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനായ പൗലൂസ് മറ്റുള്ളവരോട് പറയുമ്പം പറയുന്നത്, തൻ്റെ എഴുത്തുകളിൽ പറയുന്നത് ലീസ്റ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. അപ്പം അതുപോലെ തന്നെ പിന്നെ പറയുന്നു, എനിക്ക് തോന്നുന്നു ഹാന അത് 3 കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. ഐ എം ലീസ്റ്റ് ഓഫ് ഓൾ ദ സെയിൻസ്, സകല വിശുദ്ധന്മാരിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ അപ്പോസ്തലനെന്ന പേരിന് പോലും യോഗ്യനല്ല, കാരണം ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്. അവൻ പറയുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പലരെക്കാളും ഞാൻ ഓടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷേ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. ലുക്ക് അറ്റ് ദ വേ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഹിംസെൽഫ്. അപ്പം സൗമ്യത എന്ന് പറയുന്നത് ദൈവദാസന്മാരുടെ, ദൈവദാസിമാരുടെ, ദൈവമക്കളുടെ എല്ലാം ഒരു അലങ്കാരമായിരിക്കണം, ഏറ്റവും വലിയ അലങ്കാരം, അല്ലേ? പത്രോസ് പറയുന്ന പോലെ നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുന്നത് പൊന്നോ വെള്ളിയോ ഒന്നും അല്ല, അല്ലെങ്കിൽ തലമുടി പിന്നുന്നതോ നിങ്ങളുടെ ശരീരത്തിന്മേൽ നിങ്ങൾ മോടി വരുത്താൻ ശ്രമിക്കുന്നതോ ഒന്നുമല്ല. ഏറ്റവും വലിയ അലങ്കാരമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് സൗമ്യത എന്നത്. സങ്കീർത്തനക്കാരൻ 18-ാം സങ്കീർത്തനത്തിൻ്റെ 35-ാം വാക്യത്തിൽ പറയുന്നു, നിൻ്റെ രക്ഷയെന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു, നിൻ്റെ വലങ്കൈ എന്നെ താങ്ങി, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. നിൻ്റെ സൗമ്യത എന്നെ വലിയവൻ. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്, അല്ലേ? യുവർ മീക്ക്നെസ് ഹാസ് അപ്ലിഫ്റ്റഡ് മീ എന്ന സങ്കീർത്തനക്കാരൻ. നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കുകയാണ്. നമ്മുടെ വിചാരത്തിൽ ഇത് സാധ്യമൊന്നുമല്ല. സൗമ്യതയുള്ളവരെവിടെ വലുതാകുന്നു? അവരെ ചവിട്ടി തേച്ച്, അല്ലേ, അവരെ സൈഡ് ലൈൻ ചെയ്ത് ഇങ്ങനെ സമൂഹം മുന്നോട്ട് പോകത്തേ ഉള്ളൂ. നമ്മൾ സൗമ്യതയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നും നടക്കത്തില്ല. എല്ലായിടത്തും നമ്മളെ അവഗണിക്കത്തേ ഉള്ളൂ. ഇത് നമ്മുടെ ചിന്തയാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് പ്രയോഗിച്ച് നോക്ക്, അല്ലേ? ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിക്കേ. അപ്പം നമുക്കറിയാം, ദൈവം തന്നെ നമ്മെ ഉയർത്തുന്നത് നമ്മൾ കാണുവാനിടയായി, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കാണുവാനിടയാകും. അപ്പം നമ്മൾ അവകാശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള റൈറ്റ്സും എല്ലാം നമ്മൾ പോരാടി പ്രാപിച്ച് നമ്മൾ വലിയവരായി, പേരുള്ളവരായി, പ്രശസ്തരായി, സ്ഥാനങ്ങൾ കിട്ടി, അല്ലെങ്കിൽ ആളുകളാൽ അംഗീകരിക്കപ്പെട്ട് ഒക്കെ പോകുന്നതല്ല ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിൾ. ലോകം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം പറയുന്നത്. ദൈവവചനത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങിക്കേ. എന്നിട്ട് വളരെ സൗമ്യതയോടെ, എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കണമെന്നല്ല, വായ തുറക്കാതിരിക്കണമെന്നല്ല, സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നുമല്ല, എന്നാൽ അതിലെല്ലാം നമുക്ക് സൗമ്യത ഉള്ളവരായി തീരുവാൻ ഇടയാകട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ചില നിർവചനങ്ങളിലേക്ക് പോകാം. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി മീക്ക്? എന്താണ് ഈ സൗമ്യത എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഒറിജിനൽ വേർഡിൽ ഗ്രീക്ക് ഭാഷയിൽ പ്രൗസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൗസ്, PRAUS, പ്രൗസ് എന്ന അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫ്രം വിച്ച് വി ഹാവ് ദ വേർഡ് മീക്ക്. അതിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗമ്യത എന്ന വാക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടെയാണ് ഈ പ്രൗസ് എന്ന വാക്ക്. ഗ്രീക്ക് ഭാഷയിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, എന്തിനെ വിവരിക്കുന്നതാണ്? ഒരു സൂതിങ് മെഡിസിൻ. ഒരു ഓയിൻമെൻ്റ് ആകട്ടെ, ഒരു മെഡിസിൻ ആകട്ടെ, വളരെ സൂതിങ് ആയിട്ടുള്ള, വളരെ സുഖം തരുന്ന, സുഖപ്രദമായിട്ടുള്ളൊരു മെഡിസിൻ. ബെങ്കൈ തേക്കുന്നത് പോലെയല്ല, നീറി ഗുണം വന്ന് പ്രയാസം വരുന്നത് പോലെയല്ല. എന്നാൽ
വളരെ സൂതിങ് ആയിട്ടുള്ളൊരു മെഡിസിനെ കുറിച്ചാണ് പറയുന്നത്. അത് തേച്ച് കഴിയുമ്പോൾ തന്നെ ഒരു തണുപ്പും ഒരു സുഖവും ഒക്കെ തോന്നത്തില്ലയോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് എ സൂതിങ് കൈൻഡ് ഓഫ് മെഡിസിൻ. ഇറ്റ് ഈസ് ഹീലിംഗ്. അത് സൗഖ്യം തരുന്നതാണ്, ബട്ട് നോട്ട് അഗ്രസീവ്. അത് നമുക്ക് സൗഖ്യം തരും, പക്ഷേ അഗ്രസീവായിട്ട് അങ്ങ് കയറി നമ്മൾ പ്രവർത്തിക്കുന്നതല്ല. ഇനിയും മറ്റൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഈ വാക്കിന്, പ്രൗസ് എന്ന വാക്കിന് മറ്റൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് സെയിലേഴ്സ് ഉപയോഗിക്കുന്ന, നാവികർ ഉപയോഗിക്കുന്നതാണ്. അവർ ഇങ്ങനെ പ്രത്യേകിച്ച് പായ്ക്കപ്പലുകൾ റൺ ചെയ്യുന്നവർ, അത് പ്രവർത്തിക്കുന്നവർ, അതിൽ കൂടെ സഞ്ചരിക്കുന്നവർ. അപ്പം കാറ്റിന് കപ്പലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ പല രീതിയിൽ കാറ്റുകൾ അടിച്ചേക്കാം അല്ലേ. ചിലപ്പം കാറ്റുകൾ വളരെ ശക്തമായിട്ട് അടിച്ച് വളരെ ത്വരിതഗതിയിൽ ശീഘ്രമായിട്ട് കപ്പലം കൊണ്ടുപോകും. ചിലപ്പം ജെൻറ്റിൽ ബ്രീസ് ആയിരിക്കും. ജെൻറ്റിൽ ബ്രീസ്, വളരെ ശാന്തമായിട്ടുള്ള, മന്ദമാരുതൻ ആഞ്ഞടിക്കുന്നതെന്നൊക്കെ ആരാണ്ട് പറഞ്ഞ് എന്ന് പറയുന്ന പോലെയല്ല, മന്ദമാരുതൻ, വളരെ ശാന്തമായ ഒരു കാറ്റ്, ചെറിയ കാറ്റ്, ജെൻറ്റിൽ ബ്രീസ്. അതിനൊരു പ്ലസൻനെസ് ഉണ്ട്. അതിനകത്തിരിക്കുന്ന ഒരു ആടി ഉലയത്തില്ല, വലിയ ആഴക്കടലിലേക്ക് പോകുന്നെന്ന് തോന്നത്തില്ല. ജെൻറ്റിൽ ബ്രീസ്. അത് ആ കോണ്ടെക്സ്റ്റിലും ഈ വാക്ക് ഉപയോഗിക്കും. ഒന്ന്, നമ്മൾ മെഡിക്കൽ സൈഡിൽ ഈ വാക്ക് ഉപയോഗിക്കും, സൂതിങ് മെഡിസിന് ഇത് ഉപയോഗിക്കും. രണ്ട്, ഒരു ജെൻറ്റിൽ ബ്രീസിന് ഇത് ഉപയോഗിക്കും. ചിലർ കൊടുങ്കാറ്റ് പോലെയാണ്, ചിലർ മന്ദഗതിയിലുള്ള ഒരു മന്ദമാരുതൻ എന്ന് നമ്മൾ പറയത്തില്ലേ, എന്നതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത് ഒരു ഉപയോഗമുണ്ട് അതിന്. ഫാമേഴ്സ്, കൃഷിക്കാർ അതിനെ ഉപയോഗിക്കുന്ന അവരുടെ കുട്ടിക്കുതിരകൾ അല്ലേ. കുതിരയുടെ ശക്തി നമുക്കറിയാം കാലിലാണ് പ്രധാനമായിട്ട്, അതിൻ്റെ ഓട്ടത്തിൽ അതിന് ലഭിക്കുന്ന ശക്തിയാണ്. അപ്പം ഒരു കുട്ടിക്കുതിരയെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കുതിരയെന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ശക്തിയാണ്. പക്ഷേ അതിൻ്റെ കാല് ബ്രോക്കണം. നോക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ളതാണ്, പക്ഷേ അതിൻ്റെ കാല് ബ്രോക്കണം എന്ന് പറഞ്ഞാൽ ശക്തിയുണ്ട്, പക്ഷേ അത് വളരെ ശക്തമായിട്ട് ആ ഓടുന്ന ആ പ്രക്രിയയല്ല, ശാന്തമായിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കോണ്ടെക്സ്റ്റുകളിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ജെൻറ്റിൽ ബ്രീസ്, സൂതിങ് മെഡിസിൻ, ബ്രോക്കൺ കോൾട്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. അരിസ്റ്റോട്ടിൽ അതിനെ ഡിഫൈൻ ചെയ്തത്, മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഹാപ്പി മീഡിയം ബിറ്റ്വീൻ ടു മച്ച് ആൻഡ് ടു ലിറ്റിൽ ആങ്കർ. ഒരുപാട് കോപിക്കുന്നതിൻ്റെയും ഒട്ടും കോപിക്കാത്തതിൻ്റെയും ഇടയിലുള്ള ബാലൻസ്ഡ് ഒരു സ്റ്റാൻഡാണ് മീക്ക്നെസ് എന്ന് പറയും. സൗമ്യത എന്ന് പറയുന്നത് ഒട്ടും കോപിക്കാതിരിക്കുന്നവരല്ല, എന്നാൽ എപ്പോഴും കോപിക്കുന്നവരും അല്ല. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് കേട്ടോ, ബൈബിളിൽ നിന്നല്ല. എന്നാൽ അത് സത്യമാണ് അല്ലേ. നമ്മുടെ കർത്താവ് പോലും, ഞാൻ സൗമ്യതയുടെ പര്യായപദമായിട്ട് കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും കർത്താവും കോപിച്ചു അല്ലേ. അതേത് കോണ്ടെക്സ്റ്റിലാണ് ഞാൻ അതിലേക്ക് വരാം. ആലയം നിറച്ച് മണി ലെൻഡേഴ്സും അല്ലേ, അവരെല്ലാം നിറഞ്ഞ് മൃഗങ്ങളും അതും ഇതും എല്ലാം നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ കർത്താവിന് കോപം വന്നു. അവനൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരെയും എല്ലാം അടിച്ച് പുറത്താക്കി. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതാ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നെന്ന് പറഞ്ഞവരെ അടിച്ചു പുറത്താക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഹാപ്പി മീഡിയം ബിറ്റ്വീൻ ടു മച്ച് ആങ്കർ ആൻഡ് ടു ലിറ്റിൽ ആങ്കർ, ഇതിനിടയിലുള്ള ഒരു സ്റ്റാൻഡ്. അപ്പം വേറൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ബ്ലെസ്സഡ് ഈസ് ദ മാൻ, ശ്രദ്ധിക്കണേ, ബ്ലെസ്സഡ് ഈസ് ദ മാൻ who is always angry at the right time and never angry at the wrong time. Blessed is the man, കേട്ടേ, blessed is the man who is always angry at the right time and never angry at the wrong time. അപ്പം ഞങ്ങൾക്കൊരായുധം കിട്ടിയെന്ന് ചിലരേലും പറയുന്നുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾക്കും ഇതെൻ്റെ സമയമാണ്, എനിക്ക് അരിശപ്പെടാൻ പറ്റും എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ വേർതിരിക്കുന്നത്, വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്?
വാട്ട് ഈസ് റൈറ്റ് ടൈം ആൻഡ് വാട്ട് ഈസ് റോങ് ടൈം ഫോർ ആങ്കർ എന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്ന, ഇതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, നമ്മുടെ ആങ്കർ സെൽഫിഷ് ആങ്കറാണോ അതോ സെൽഫ്ലെസ് ആങ്കറാണ്? സ്വാർത്ഥതയിൽ നിന്നുളവാകുന്ന ആങ്കറാണോ അതോ നിസ്വാർത്ഥതയിലായിരിക്കുമ്പം തന്നെ നമ്മിലുളവാകുന്ന ആങ്കറാണോ? മനസ്സിലായോ അതിൻ്റെ വ്യത്യാസം? എന്ന് പറഞ്ഞാൽ, നെവർ ടു ബി ആംഗ്രി ഫോർ എനി ഇൻസൾട്ട് or injury done to ourselves. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, എന്നെ പള്ളു പറഞ്ഞു, എന്നെ നോക്കിയില്ല, എന്നെക്കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞു, എന്നോട് തെറ്റായിട്ട് പ്രവർത്തിച്ചു, അവിടെയല്ല എനിക്ക് കോപിക്കാൻ പറ്റുന്നത്. അത് സെൽഫിഷ് ആങ്കറാ. അത് സെൽഫിഷ് ആങ്കറാണ്. that is something no Christian should resent, but that it is often right to be angry at injuries done to other people. മറ്റുള്ളവരെ അവരുടെ വേദന നിമിത്തം അല്ലേ? അവർ നിന്റെ വചനത്തെ അനുസരിക്കായികൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുക. അപ്പോൾ നമുക്ക് ആലയത്തെക്കുറിച്ച് എരിവുണ്ട്, ദൈവജനത്തെക്കുറിച്ച് എരിവുണ്ട്, ദൈവസഭയെക്കുറിച്ച് എരിവുണ്ട്, തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പ്രയാസമുണ്ട്. നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉളവാകുന്ന കോപമല്ല, പ്രത്യുത ദൈവനാമത്തിന് വിരുദ്ധമായിട്ട്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട്, ദൈവസഭയ്ക്ക് വിരുദ്ധമായിട്ട്, മറ്റുള്ളവർക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് എതിർക്കുവാൻ അല്ലെങ്കിൽ അതിൽ നമുക്ക് കോപിക്കാൻ അവകാശമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വാക്യമുണ്ട്. നമ്മൾ കോപിക്കുമ്പം ഓർത്തോണം, വണ്ടർഫുൾ, കോപിക്കുമ്പം പാപം ചെയ്യരുത്. അതല്ല ഞാൻ ഓർത്തത്. ഞാൻ ഓർത്ത വാക്യം, മനുഷ്യൻ്റെ കോപം അതുമല്ല. ബട്ട് താങ്ക് യു ദോ, ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും കോപിച്ച് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച ഓർത്തോണം, മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ, നിസ്വാർത്ഥമെന്ന് നമ്മൾ തോന്നുന്ന കോപം പോലും അതിരുവിട്ടാൽ അത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാകില്ല. അപ്പൊ മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ലെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വെച്ചോണം. എനിക്ക് കോപിക്കാൻ അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ യോനായുടെ കാര്യം അല്ലേ? ഇന്നലെ പാസ്റ്റർ ജോസഫ് ജോയ് രാവിലെ നമ്മുടെ സൂം സെഷനിൽ സംസാരിച്ച മുമ്പ് യോന പറഞ്ഞു, എനിക്ക് ജീവപര്യന്തം കോപിക്കാൻ അവകാശമുണ്ടെന്ന്. എങ്ങനെയുള്ള കോപമായിരുന്നു? അയ്യോ കർത്താവേ, നിനവേലുള്ള ആളുകൾ നശിച്ചു പോകുമല്ലോ, അതുകൊണ്ട് എനിക്ക് കോപിക്കാൻ അവകാശമുണ്ടെന്നാണോ പറഞ്ഞത്? നിനവേലുള്ള ആളുകൾ ഞാൻ പറഞ്ഞിട്ട് പോലും അവർ നശിച്ചില്ലല്ലോ എന്നുള്ള കോപമായിരുന്നു. മനുഷ്യന്റെ കോപം പലപ്പോഴും സ്വാർത്ഥതയിൽ നിന്നുളവാകുന്നു. അപ്പം നമ്മുടെ കോപത്തെ നമ്മൾ അളന്നോണം. എവിടെ നിന്ന് വന്നതാ, എന്താണ് ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ സോ സെൽഫിഷ് ആങ്കർ ഈസ് ഓൾവേസ് എ സിൻ. സെൽഫ്ലെസ് ആങ്കർ ക്യാൻ ബി എ ഗ്രേറ്റ് മോറൽ ഡൈനാമിക്സ് അല്ലേ? സെൽഫ്ലെസ് ആങ്കർ നമുക്ക് വേണം. ഇല്ല എങ്കിൽ തിരുത്തൽ ശക്തികൾ ഇല്ലാതെയാകും. സമൂഹത്തിൻ്റെ തിരുത്തൽ ശക്തികൾ ഇല്ലാതെയാകും. നിസ്വാർത്ഥതയിൽ നിന്ന് ഉളവാകുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവസഭയോടുള്ള സമർപ്പണത്തിൽ നിന്നൊക്കെ ഉളവാകുന്ന നമ്മുടെ ആങ്കർ വേണം. അല്ലെങ്കിൽ തിരുത്തൽ ഇല്ലാതെയാകും. എല്ലാം തോന്നിയതുപോലെ അല്ലേ? ഓരോരുത്തർക്കും ബോധിച്ചതുപോലെ നടന്ന ഇസ്രയേലിനെ കുറിച്ച് പലപ്പോഴും എഴുതി. രാജാവില്ലാത്ത സമയങ്ങളിൽ, ദൈവഭയമുള്ള രാജാക്കന്മാരില്ലാതിരുന്ന സമയങ്ങളിൽ ഓരോരുത്തനും താന് ബോധിച്ചതുപോലെ നടന്നു. അങ്ങനെ വിട്ടുകളയാമെന്നല്ല, ദൈവസഭയിൽ അങ്ങനെ വിട്ട് കൊടുക്കാമെന്നല്ല, അല്ലെ നമ്മൾ പാർക്കുന്ന സമൂഹത്തിൽ അങ്ങനെ വേണമെന്നല്ല ഞാൻ പറയുന്നത്.
എന്നാൽ നമ്മൾ സൗമ്യതയെ തിരിച്ചറിയണം. അതിലേക്ക് ഞാൻ വരാം. എന്തുവാ മീക്ക്നെസ് എന്ന് പറയുന്നു? അപ്പം മീക്ക്നെസ് ഈസ് ടൈമിങ് ഓഫ് ദ പവർ. ടൈമിങ് ഓഫ് ദ പവർ. നമുക്ക് പവർ ഉണ്ട്, പക്ഷേ ആ പവറിനെ നമ്മൾ എന്ത് ചെയ്യുക? ടൈം ചെയ്യുക. ടൈം ചെയ്യുക എന്നുള്ള മലയാളത്തിലെ വാക്ക് എന്തുവാ? ഇണക്കിയെടുക്കുക, അല്ലേ? ഇണക്കിയെന്നല്ല, മെരുക്കിയെടുക്കുക. അപ്പം ഈ ഒറിജിനൽ വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു കോണ്ടെക്സ്റ്റ് അത് എന്തുവാ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻ ആനിമൽ ദാറ്റ് ഹാസ് ബീൻ ഡൊമസ്റ്റിക്കേറ്റഡ്. ഒരു മൃഗം, അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ട് ഉപയോഗത്തിന്, നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിന്, അതിൻ്റെ കാര്യങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക് ആകും വിധം ഉപയോഗിക്കും വിധം നമ്മൾ അതിനെ മെരുക്കിയെടുക്കുക, ടൈം ചെയ്യുക. ഒരു കുതിരയെ മെരുക്കിയെടുക്കുന്നത് അതിൻ്റെ എങ്ങനെയാ? ദൈവവചനം പറയുന്നില്ലേ, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല, അതിൻ്റെ മുഖപ്പട്ടയും കടിഞ്ഞാണും. അതിൻ്റെ മുഖപ്പട്ടയും കടിഞ്ഞാണും കൊണ്ടാണ് അതിനെ മെരുക്കിയെടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് ആനിമൽസിനെയൊക്കെ ടൈം ചെയ്ത് എടുക്കുന്നത്, അതിനെ ട്രെയിൻ ചെയ്യുന്നത്. ടു ഒബേ ദ വേർഡ് ഓഫ് കമാൻഡ്, ലേൺ ടു ആൻസർ ദ റെയിൻസ്. ആ കടിഞ്ഞാൺ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന് അനുസരണമായിട്ട് പ്രതികരിക്കാനായിട്ട് അതിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ടൈമിങ് എന്ന് പറയുന്നത്. ഇപ്പം മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ something like an animal which has learned to accept the control. അല്ലേ? കുതിരശക്തിയിൽ ഭയങ്കരമായിട്ട് ഓടാനും ഒക്കെ അതിന് ശക്തിയുണ്ട്, പക്ഷേ the horse has learned to accept control. മനസ്സിലായോ? ഹലോ, ഇച്ചിരി ലോസ്റ്റ് ആയോ? It has learned to accept control. Meekness എന്ന് പറഞ്ഞാൽ എന്തുവാ? കൺട്രോള് സ്വീകരിക്കാനായിട്ട്, നിയന്ത്രണം സ്വീകരിക്കാനായിട്ട് പഠിച്ചു, ട്രെയിൻഡാ. അതാ മീക്ക്നെസ് എന്ന് പറയുന്നത്. മറ്റൊരു പാരാഫ്രൈസ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ബ്ലസ്സഡ് ഈസ് ദ മാൻ ഹു ഹാസ് എവറി ഇൻസ്റ്റിങ്ക്റ്റ്, എവറി ഇമ്പൾസ് ആൻഡ് എവറി പാഷൻ അണ്ടർ കൺട്രോൾ, ഓർ ബ്ലസ്ഡ് ഈസ് ദ മാൻ ഹു ഈസ് എൻറ്റയർലി സെൽഫ് കൺട്രോൾഡ്. ഇതാണ് മീക്ക്നെസ് എന്ന് പറയുന്നത്. ഓരോ ഇൻസ്റ്റിങ്ക്റ്റും, നമ്മുടെ ഓരോ ഭാവവാഹാദികളെ പോലും, ഓരോ ഫീലിങ്ങിനെ പോലും നമ്മൾ എന്ത് ചെയ്യുക? സ്വയം നിയന്ത്രണത്തിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഓരോ പാഷനും. സച്ച് പീപ്പിൾ ആർ ബ്ലസ്ഡ്. അതാ പറയുന്നത്. അപ്പം മീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാ. ആ ഹെൽത്തി ബാലൻസ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. മറ്റൊരു മീനിങ് കൂടെ ഇതിന് സാധ്യമാണ്. Greek people always contrasted the quality of prowess, meekness, with lofty heartedness, which is pride. ഗ്രീക്ക് യവനായര് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നത് മീക്ക്നെസ്സിനെ എപ്പോഴും എടുത്തു കാണിച്ചിരുന്ന, അതിന് വിരോധമായിട്ട് നിൽക്കുന്ന മറ്റൊരു ഫാക്ടർ. അതെന്തുവാണ്? പ്രൈഡ്, ലോഫ്റ്റി ഹാർട്ടഡ്നെസ്, ഔദ്ധത്യം എന്നൊക്കെ നമ്മൾ പറയും. ഉന്നതഭാവം. ഇത് രണ്ടും തമ്മിലാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ്. ഒരിടത്ത് മീക്ക്നെസ്, ഒരിടത്ത് ലോഫ്റ്റി ഹാർട്ടഡ്നെസ്, ഔദ്ധത്യം. യഥാർത്ഥ മീക്ക്നെസ്സിൽ ഹ്യൂമിലിറ്റി ഉണ്ട്, ട്രൂ ഹ്യൂമിലിറ്റി ഉണ്ട്. അഭിനയിക്കുന്ന ഹ്യൂമിലിറ്റി അല്ല, യഥാർത്ഥ ഹ്യൂമിലിറ്റി, വിച്ച് ബാനിഷസ് ഓൾ പ്രൈഡ്. സോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ബ്ലസ്സഡ് ഈസ് ദ മാൻ ഹു ഹാസ് ദ ഹ്യൂമിലിറ്റി ടു നോ ഹിസ് ഓൺ ഇഗ്നോറൻസ്, ഹിസ് ഓൺ വീക്ക്നെസ് ആൻഡ് ഹിസ് ഓൺ നീഡ്. ധന്യന, അനുഗ്രഹിക്കപ്പെട്ടവൻ ആ വ്യക്തി. എങ്ങനെയുള്ള ആളാ? തൻ്റെ ഒന്നുമില്ലായ്മ തിരിച്ചറിയുന്ന ആള്,
തൻ്റെ അറിവില്ലായ്മ തിരിച്ചറിയുന്നയാൾ, തൻ്റെ ബലഹീനതകൾ തിരിച്ചറിയുന്നയാൾ, തൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നയാളാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. അതാ വാസ്തവത്തിലുള്ള മീക്ക്നെസ് എന്ന് പറയും. ആരോ പറഞ്ഞതുപോലെ, ഐ ഹാവ് കം ടു എ ഗ്രേറ്റ് റിയലൈസേഷൻ ഓഫ് ലേറ്റ്. ദാറ്റ് റിയലൈസേഷൻ ഈസ് ദാറ്റ് ഐ നോ നത്തിങ്. എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം ഞാനിപ്പം ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ്. നമ്മളൊക്കെ നേരെ തിരിച്ച. എല്ലാം അറിയാം, ഒത്തിരി വർഷങ്ങളായി, പരിചയമുണ്ട്, അനുഭവമുണ്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. ഒന്നും അറിയത്തില്ല എന്നുള്ളൊരു റിയലൈസേഷന്. വാസ്തവത്തിൽ നമുക്കൊന്നും അറിയത്തില്ല. ചില കാര്യങ്ങൾ കേട്ടതും പറഞ്ഞതും പരിചയിച്ചതും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വലിയ അറിവൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല നമ്മളൊക്കെ. ഞാനങ്ങനെയല്ല കേട്ടോ. നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അല്ലേ? അതാ വാസ്തവത്തിലെ മീക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ മീക്ക്നെസ്, ബിബ്ലിക്കൽ മീക്ക്നെസ് എന്ന് പറയുന്നത് is one of the most misunderstood virtues in scripture. വളരെ തെറ്റായി ധരിച്ചിരിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മീക്ക്നെസ് എന്ന് പറയുന്നത്. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. മീക്ക്നെസ് ഈസ് നോട്ട് ടിമിഡിറ്റി. മീക്ക്നെസ് ഈസ് നോട്ട് പാസിവിറ്റി. മിണ്ടാതിരിക്കുന്നതല്ല, നിഷ്ക്രിയരായിരിക്കുന്നതല്ല, അത് ഭയവും ഭീരുത്വവും ഉള്ളവരാകുന്നതല്ല മീക്ക്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. എന്തോ അവൻ്റെ മീക്ക്നെസ്. മീക്ക്നെസ് എന്ന് പറയും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കട്ടെ. നമുക്ക് ഇനിയുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊള്ളണം. ഒന്ന്, മീക്ക്നെസ് ഈസ് സ്ട്രെങ്ത് അണ്ടർ ഗോഡ്സ് കൺട്രോൾ. മീക്ക്നെസ് ഈസ് സ്ട്രെങ്ത് അണ്ടർ ഗോഡ്സ് കൺട്രോൾ. സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, ആനയ്ക്ക് ഇത്രയും വലിയ ഭീമാകാരമായ ശരീരമൊക്കെ ആയിട്ട് നടക്കുന്ന ആന. പക്ഷെ ആന ഒന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന പല ചെയിനുകളും തൊടലുകളും ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും ആനയ്ക്ക് ആനയുടെ ശക്തി അറിയത്തില്ല. അതിൻ്റെ ശരീരം അതിന് കാണാൻ പറ്റത്തില്ല. പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഒരു പക്ഷേ അത് ശരിയായിരിക്കും. ചെറിയ കണ്ണും വലിയ ചെവിയാണ്. ഈ ചെവിയുടെ പുറകോട്ട് ശരീരമൊന്നും കാണത്തില്ലാത്തതുകൊണ്ട് ആനയ്ക്ക് തന്നെ ആനയുടെ ശക്തിയും വലിപ്പവും അറിയത്തില്ലെന്ന്. അപ്പം നമ്മുടെ ശക്തിയെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന, അണ്ടർ ഗോഡ്സ് കൺട്രോൾ, മീക്ക്നെസ്. പുതിയ നിയമത്തിൽ വരുമ്പം, അല്ലേ, ദൈവവചനത്തിൽ വരുമ്പോൾ, പുതിയ നിയമത്തിൽ മാത്രമല്ല. അപ്പം ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മുടെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുക. ജെന്റിൽനെസ്, ഹ്യൂമിലിറ്റി ആൻഡ് കൺട്രോൾഡ് സ്ട്രെങ്ത്. It has been compared to a powerful horse that has been trained and brought under the master's control. മുമ്പേ പറഞ്ഞതുപോലെ ആ ട്രെയിനിങ് നിമിത്തം യജമാനൻ്റെ കൽപ്പനയ്ക്ക് അത് കീഴടങ്ങി തന്നെത്താൻ ഏൽപ്പിച്ച് കൊടുക്കുക. കുതിരയുടെ ശക്തി പോയോ? ഇല്ല. കുതിരയുടെ ശക്തി ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആ ശക്തി നിയന്ത്രണത്തിലാണ്, യജമാനൻ്റെ നിയന്ത്രണത്തിലാണ്. അതാ സൗമ്യത എന്ന് പറയും. നമുക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ ആ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ഇപ്പം നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുക. വചനത്തിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മെ തന്നെ കൊണ്ടുവന്നിരിക്കുക, അല്ലേ? യേശു കർത്താവ് ഇത് വളരെ വ്യക്തമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, തെളിയിച്ച് കാണിച്ചു. യേശുവിന് വേണ്ടി വെട്ടാനായിട്ട് പത്രോസ് വാളെടുത്തപ്പം, മഹാപുരോഹിതൻ്റെ ദാസനെ അവൻ്റെ കാത് അറുത്തപ്പം യേശു കർത്താവ് പറഞ്ഞു, നിൻ്റെ വാള് മുറയിലെടുക്കുക. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ 12 ലഗിയോനിലധികം ദൂതന്മാരെ എൻ്റെ രക്ഷയ്ക്കായിട്ട് വിളിക്കുവാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എനിക്ക് കഴിയും, പക്ഷെ ഞാൻ അതിനെ എന്ത് ചെയ്തിരിക്കുക? That power I have brought under control.
ശക്തി എനിക്കുണ്ട്, പക്ഷേ ഞാനത് അതിനായിട്ട് ഉപയോഗിക്കത്തില്ല. അതിനെ ഞാൻ എന്ത് ചെയ്യുക? നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. നിയന്ത്രണത്തിൽ. യേശു കർത്താവിനോട് പീലാത്തോസ് പറഞ്ഞു, നീ എന്നാ ഉത്തരവൊന്നും പറയാത്തത്? നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ട്, നിന്നെ കൊന്നുകളയാൻ കൽപ്പിപ്പാനും എനിക്ക് അധികാരം. അപ്പം കർത്താവ് പറഞ്ഞു, പീലാത്തോസേ, നിനക്കറിഞ്ഞുകൂടാ, മേലിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. എനിക്ക് ശക്തിയുള്ള ആളാ. അതാ കർത്താവ് പറഞ്ഞു എൻ്റെ അർത്ഥം. ബട്ട് ഹി ബ്രോട്ട് ഇറ്റ് ഓൾ അണ്ടർ കൺട്രോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല സ്ഥാനങ്ങളിലും ഏറ്റവും കരണീയമായ, ഏറ്റവും കൊള്ളാവുന്ന നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് സൗമ്യതയാകട്ടെ. പരാജയപ്പെടുകയല്ല. ഞാൻ നിങ്ങളെ അഷ്വർ ചെയ്യാം, താൽക്കാലികമായ നഷ്ടമുണ്ടായെന്ന് തോന്നിയേക്കാം, താൽക്കാലികമായിട്ട് നമ്മെ സൈഡ് ലൈൻ ചെയ്തു എന്നെല്ലാം നമുക്ക് തോന്നിയേക്കാം. ബട്ട് നമ്മൾ വാസ്തവമായിട്ട് ദൈവികമായ നിയന്ത്രണത്തിൽ നമ്മുടെ ഇൻസ്റ്റിങ്സിനെ കൊണ്ടുവന്ന്, നമ്മുടെ ചിന്തകളെ, ഭാവങ്ങളെ എല്ലാം കൊണ്ടുവന്ന്, പേഴ്സണൽ ഇഞ്ചുറീസ്, ഇൻസൾട്ട്സ് ഇതിൻ്റെ മുഖത്ത് നമ്മൾ സൗമ്യതയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പരാജയപ്പെടുകയല്ല. അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരാജയം നമ്മുടേതാകത്തില്ല. Just as Jesus willingly submitted himself to the Father's will. പിതാവിൻ്റെ ഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു. സോ പറയുന്നതിൻ്റെ അർത്ഥം, മീക്ക് പേഴ്സൺ ഡസ് നോട്ട് ലാക്ക് പവർ. സൗമ്യതയുള്ള ആളിന് ശക്തിയില്ലഞ്ഞിട്ടല്ല, ദേ സറണ്ടർ ദ പവർ ടു ഗോഡ്. അവരുടെ ശക്തിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഇനിയും അടുത്ത കാര്യം ഒന്ന്, സോ മീക്ക്നെസ് ഈസ് വാട്ട്? മീക്ക്നെസ് ഈസ് അവർ സ്ട്രെങ്ത് അണ്ടർ ഗോഡ്സ് കൺട്രോൾ. അടുത്ത കാര്യം, മീക്ക്നെസ് ഈസ് എ മാർക്ക് ഓഫ് ക്രൈസ്റ്റ് ക്യാരക്ടർ. എന്തോ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും അധികമായിട്ട് ക്രിസ്തുവിനെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റുന്ന എന്തിൽ കൂടെയാണ്? വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ കൂടെയാ. ആ ലൈഫിൽ പ്രത്യേകമായിട്ട് ഇപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏത് ട്രെയ്റ്റിനെ കുറിച്ചാണ്, ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ്? സൗമ്യത. യേശു കർത്താവിനെ ഏറ്റവും അധികം നമുക്ക് വരച്ച് കാണിക്കുവാൻ, ലോകത്തിന് മുമ്പാകെ തെളിയിച്ച് കാണിക്കുവാൻ പറ്റുന്നത് നമ്മുടെ സൗമ്യതയെ കൂടെയാണ്. എങ്ങനെ പഴയ നിയമത്തിൽ ആ ദർശനം സങ്കീർത്തനക്കാരന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ രക്ഷ എന്ന പരിചയം എന്നെ താങ്ങുന്നു, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കും. ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഇങ്ങനെയാണോ? മത്തായി 11:29 നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, അധ്വാനിക്കുന്നവർ 28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പിന്നെ പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നോട്. കർത്താവ് എങ്ങനെയുള്ള ആള്? സകല ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം. ഒരു വാക്ക് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും ഉളവാക്കിയവനായ ദൈവം അവനെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്ന എന്തുവാ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിച്ചുകൊള്ളി. സ്തോത്രം. അപ്പം ക്രിസ്തു എന്ന് പറയുന്നത് അതോറിറ്റിയും ഹ്യൂമിലിറ്റിയും കൂടെ കമ്പൈൻഡ് ആയിരുന്നു. ഹലോ, ഇത് കമ്പൈൻ ചെയ്യാനാണ് നമുക്ക് അറിഞ്ഞുകൂടാതെ അല്ലേ? അതോറിറ്റി ഉണ്ടെങ്കിൽ ഹ്യൂമിലിറ്റി കാണത്തില്ല. ഹ്യൂമിലിറ്റി ഉള്ളവർക്ക് തോന്നും എനിക്ക് അതോറിറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ല. യേശു അങ്ങനെയല്ലായിരുന്നു. The life of Jesus was, something where authority and humility were controlled. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിരുന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ്. അതാണ് നമ്മൾ. അപ്പോൾ യേശുവിൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കാൻ താല്പര്യമുണ്ടോ? എന്ത് ചെയ്തോണം? ഹലോ, സൗമ്യത ഉള്ളവരായിരിക്കണം. സൗമ്യത ഉള്ളവരായിരിക്കും. 3,
മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. മീക്ക്നെസ് വീക്ക്നെസ് ആയിട്ട് എടുക്കരുത്. ആരെങ്കിലും മീക്കായിരിക്കാൻ ശ്രമിക്കുമ്പം ആ വ്യക്തി, ആ സഹോദരൻ, സഹോദരി, ആ ദൈവദാസൻ, ദൈവദാസി വീക്കാ, ഒന്നിനും കൊള്ളാതെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സ്പൈൻലെസ്സാ, നട്ടലില്ലാത്ത ആൾ അല്ലേ, യൂസ്ലെസ്സാ എന്നൊന്നും പറയരുത്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ തൻ്റെ കഴിവിനെ, കാര്യങ്ങളെ കൊണ്ടുവരുന്ന ഒരാളിനെ നമുക്കങ്ങനെ പറയുവാൻ കഴിയില്ല. മോശയെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഇത്രയും വലിയ ലീഡർ, ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നയിച്ചുകൊണ്ട് വന്നയാൾ, ഓൾമോസ്റ്റ് 30 ലക്ഷത്തോളം ആളുകൾ അല്ലേ, 6 ലക്ഷം പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ കണക്കൂട്ടി വരുമ്പോൾ 25-30 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്ന കൂട്ടത്തെ നയിച്ചുകൊണ്ട് വന്നയാളാണ്. ഫറവോന് നേരെ വിരൽ ചൂണ്ടി എൻ്റെ ജനത്തെ യഹോവയെ ആരാധിക്കേണ്ടതിന് വേണ്ടി വിട്ടയക്കുവാനായി യഹോവ കൽപ്പിക്കുന്നെന്ന് പറയാൻ കഴിഞ്ഞവനാണ്. പക്ഷെ അവനെക്കുറിച്ചുള്ളൊരു വിശേഷണം വിശ്വസിക്കാൻ പറ്റത്തില്ല. മോശയോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. എന്നെ എപ്പോഴും, എൻ്റെ സമയം തീരുക, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദാവീദ് ഇത് ഡിസ്പ്ലേ ചെയ്ത ആളായിരുന്നു. മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്ത ആളായിരുന്നു അല്ലേ. എപ്പോഴും ചിന്തിപ്പിക്കുന്ന, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, ദാവീദിൻ്റെ പക്കൽ അവസരങ്ങൾ കിട്ടി ശൗലിനെ കൊന്നുകളയുവാനായിട്ട്. അവനെ അന്വേഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട, അവനെ കൊല്ലുവാൻ തക്കം പാർത്തിരുന്ന ശൗലിനെ ഗുഹയ്ക്കകത്ത് അവനെ കയ്യിൽ കിട്ടി. അബിശായിയും യോവാബും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ ചെന്ന ഒരൊറ്റ കുത്ത്, ആ കുത്തോടെ അവനെ നിലത്ത് ചേർത്ത് കുത്തി അവനെ അവസാനിപ്പിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ദാവീദ് എന്തോ പറഞ്ഞത്? സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ, അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോഡ്. യഹോവയുടെ അഭിഷക്തനെ തൊടുവാൻ എനിക്ക് ഇടയാകരുത്. മറ്റൊരവസരത്തിൽ ദാവീദിന് ശൗലിൻ്റെ മുമ്പാകെ പ്രൂവ് ചെയ്യണമായിരുന്നു താൻ ഇന്നസെൻ്റാണ്, അവന് ദോഷം നിരൂപിക്കുന്നില്ലെന്ന്. അതുകൊണ്ട് അവൻ ഇരുന്ന സ്ഥാനത്ത് അവൻ അറിയാതെ എന്ന് അവൻ്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുത്തു. അതല്ല, വേണമെങ്കിൽ കൊന്നുകളയാമായിരുന്നു ശൗലിനെ, വേണമെങ്കിൽ അവിടെ. അതല്ല, എന്നെ ചിന്തിപ്പിക്കുന്നത്, എപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുള്ളൊരു ഭാഗം എന്താണെന്നറിയാവോ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശൗലിൻ്റെ അങ്കിയുടെ അറ്റം മുറിച്ചെടുക്കുക നിമിത്തം ദാവീദിൻ്റെ മനസാക്ഷി അവനെ കുത്തിത്തുടങ്ങിയെന്ന് എഴുതിയിരിക്കും. സ്ട്രെങ്ത് ബ്രോട്ട് അണ്ടർ